ഞാൻ ഇന്നിങ്ങോട്ട് വരുമ്പോൾ രണ്ട് മൂന്നിടത്ത് ഈ കറുത്ത കൊടി കുറച്ച് 10 വർഷമായിട്ട് ഒരു പ്രസ്ഥാനത്തിന്റെ അവരുടെ കൊടി ഇപ്പൊ കറുത്തതാണ് കുറെ 10 വർഷമായിട്ട്, അടുത്ത 5 വർഷവും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയട്ടെ. അപ്പൊ ഇങ്ങനെ ഇതുമായിട്ട് ചാടുന്നത് കണ്ടോ? എന്തിനാണ് ഈ നാട്ടിലെ നിസ്സഹായരായിട്ടുള്ള ആളുകളെ ചേർത്ത് പിടിച്ചാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. 2016 മുൻപ് ഇവിടെ സർക്കാർ മേഖലയിൽ വിവിധ സ്കീമുകളിലായിട്ടാണ് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരുന്നത്. നമ്മൾ ഇത് അറിയണം. എത്ര രൂപയാ ഒരു കുടുംബത്തിന് ഒരു വർഷം 2016 മുൻപ് ലഭിച്ചിരുന്നതെന്ന് അറിയാമോ? 30,000 രൂപ. 30,000. എത്ര കുടുംബങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്നറിയാമോ? 40,000 കുടുംബങ്ങൾക്കാണ് നൽകിയത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ 2019 നമ്മൾ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ഇവിടെ ആരംഭിച്ചു. സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി അന്ന് 40,000 കുടുംബങ്ങളായിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരള സംസ്ഥാനത്ത് നമ്മൾ ജീവിക്കുന്ന ഈ കേരള സംസ്ഥാനത്ത് അന്നത്തെ 40,000 കുടുംബങ്ങളുടെ സ്ഥാനത്ത് 42.5 ലക്ഷം കുടുംബങ്ങൾ ഇൻഷുറൻസ് പരിരക്ഷ ഉള്ളവരാണ്. അന്നത്തെ 30,000 രൂപയുടെ സ്ഥാനത്ത് 5 ലക്ഷം രൂപ ഒരു വർഷം ഒരു കുടുംബത്തിന് സൗജന്യമായി ചികിത്സ ലഭ്യമാക്കുന്നുണ്ട്. 2016 മുൻപ് ഞാൻ പറഞ്ഞില്ലേ, 12 ആശുപത്രികളിലാണ് ഡയാലിസിസ് ഉണ്ടായിരുന്നത്. ഇന്ന് 125 ആശുപത്രികൾ. ഇന്ന് നോക്കൂ, കാത്ത് ലാബ്. നമ്മളൊരു ഹൃദയാഘാതം ഉണ്ടാകുമ്പോൾ, നെഞ്ചുവേദന ഉണ്ടായാൽ നമുക്ക് ദൂരദിക്കുകളിലൊക്കെ ഉള്ളവർക്ക് മെഡിക്കൽ കോളേജുകളിലേക്കൊക്കെ എത്തണമെങ്കിൽ പ്രയാസമുണ്ടാകും. ജില്ലാ ആശുപത്രികളിലേക്ക് അത് മാറി. ഇന്ന് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും, ഏറ്റവും ഒടുവിൽ ഇടുക്കിയിലാണ് ഇല്ലാതെ ഇരുന്നത്. ആ ഇടുക്കി ജില്ലയിൽ അടിമാലിയിലും ഇടുക്കി മെഡിക്കൽ കോളേജിലും കൂടി അവിടെ കാത്ത് ലാബ് ആരംഭിക്കുന്നതിന് ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിയുകയാണ്. അങ്ങനെ 14 ജില്ലകളിലും കാത്ത് ലാബ് ഉള്ള സംസ്ഥാനമായിട്ട് കേരളം മാറിക്കഴിഞ്ഞു. അതിന്റെയും ഒരു സാമ്പത്തികമായ കാര്യം കൂടി ഞാൻ പറയാം കേട്ടോ. ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെങ്കിൽ നേരത്തെ 6 ലക്ഷം 7 ലക്ഷം രൂപയാകും. ഇന്ന് സർക്കാരിൽ കാത്ത് ലാബ് വന്നതോടുകൂടി ആ സ്റ്റെന്റിന്റെ വില മാത്രം 60,000 രൂപ. ഇനി കാസ്പ്, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലുള്ളവർക്ക് സൗജന്യമായിട്ടാണ് ഇത് ചെയ്തു കൊടുക്കുന്നത്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ ഇല്ലെങ്കിൽ എങ്ങനെ? അത് സ്റ്റെന്റിന്റെ പൈസ 60,000 രൂപ, 2 സ്റ്റെന്റ് ആണെങ്കിൽ 1,20,000 രൂപ അതാണ് നൽകുന്നത്. നമ്മൾ കണ്ടില്ലേ? जी, बहुत ही दुखद समाचार है और समस्त पवार परिवार और जितने भी समर्थक हैं उनको हमारी तरफ से संवेदना और शोक मैंने बात की सुप्रिया जी से भी और उनकी मिसेस से भी. ഇവനെ പോലത്തെ ആളുകൾ മന്ത്രിമാരായിരിക്കാൻ യോഗ്യതയുള്ളവരാണോ? ഇവനൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോ ഞാൻ എന്റെ നാവിൽ വരുന്ന ഞാൻ പൊതുവിദ്യാഭ്യാസ മന്ത്രിയെ അധിക്ഷേപിച്ച് സംസാരിച്ചു എന്നവരോട് പറഞ്ഞു. ഞാൻ മറുപടി പറഞ്ഞപ്പോൾ എനിക്കറിയാം ഞാൻ സംസാരിക്കുന്ന സാധാരണ ഭാഷയിൽ നിന്ന് കടന്നുകൂടി പറഞ്ഞു. അവനൊന്നും ഇവനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളെടുത്ത പ്രസംഗം കേൾക്കും. അവനൊന്നും ഇവനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കുരുക്ഷേത്ര യുദ്ധത്തിൽ മരണം കാത്തു കിടക്കുന്ന ശരശയ്യയിലെ ഭീഷ്മരെ പോലെയാണ് സാർ ഈ സർക്കാർ. ഉത്തരായനത്തിൽ എത്തിയാൽ മരണം സംഭവിക്കും എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ സാർ, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പോടുകൂടി ഈ സർക്കാരിന്റെ അന്ത്യം കുറിക്കാൻ പോകുന്നു എന്നുള്ളതാണ് വസ്തുത. ബഹുമാനായ രമേശ് ചെന്നിത്തല എന്തിനാണ് നമ്മുടെ മഹാഭാരതത്തിലെ ഭീഷ്മരെ അവമാനിക്കാൻ പുറപ്പെട്ടതെന്ന് മനസ്സിലാകുന്നില്ല. ഭീഷ്മർ എന്ന് പറയുന്നത് മഹാഭാരതത്തിലെ ശക്തനായ കഥാപാത്രമല്ലേ? എന്തിനാണ് അദ്ദേഹത്തെ അങ്ങനെ എന്തോ ഒരു നിസ്സഹായാവസ്ഥയിൽ കടന്നുപോയതാണ് എന്ന് തോന്നുന്ന തരത്തിൽ പറഞ്ഞത്? രമേശ് ചെന്നിത്തലക്ക്, ബഹുമാനായ രമേശ് ചെന്നിത്തലക്ക് മഹാഭാരതം അറിയാത്ത ആളാണെന്നൊന്നും ഞാൻ പറയില്ല. തന്റെ ആവശ്യത്തിന് വേണ്ടി അല്പം ഒന്ന് വളച്ചൊടിച്ചതാണെന്നാണ് തോന്നുന്നത്. ചാകാത്ത നാളല്ല ഞാനും പറന്നത് എന്ന് പറഞ്ഞ ഭീഷ്മരെ രമേശ് ചെന്നിത്തല വായിച്ചിട്ടുണ്ടാവില്ലോ മഹാഭാരതത്തിൽ. അത് പറഞ്ഞത് ആരോടായിരുന്നു? അർജുനനോടും കൃഷ്ണനോടുമായിരുന്നു. ആ പറഞ്ഞത് അർജുനന്റെ അസ്ത്രങ്ങളേറ്റ് മുറിവേറ്റ ഘട്ടത്തിലാണ് ഭീഷ്മർ. അങ്ങനെ മുറിവേറ്റ ഘട്ടത്തിൽ ഭീഷ്മർ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി കോപിഷ്ഠനായി. ഫലം അർജുനന് തടുക്കാനായില്ല, കൃഷ്ണനും തടുക്കാനായില്ല.
രണ്ടുപേരും ഭയങ്കരമായി മുറിവേറ്റു. അപ്പോൾ കൃഷ്ണൻ്റെ പ്രതിജ്ഞയിൽ നിന്ന് മാറുകയാണ്. കൃഷ്ണൻ സുദർശന ചക്രം എടുത്തു. കഥയാണ് ഞാൻ പറയുന്നത് കേട്ടോ, ഞാൻ പറഞ്ഞാണെന്ന് ഒരു നാളെ പറഞ്ഞേക്കട്ടെ. സുദർശന ചക്രം എടുത്തു. അപ്പോൾ അർജുനൻ ശ്രീകൃഷ്ണനോട് പറയുകയാണ്, അയ്യോ ചെയ്തേക്കരുത്, കാരണം വാക്കുണ്ടല്ലോ ഇത് ഇതെടുക്കില്ല എന്നുള്ളത്. അങ്ങനെ 2 തവണ സംഭവിക്കുന്നു. അപ്പോൾ ഭീഷ്മർ അവിടെ ഇരിക്കുന്ന കാലത്തോളം നമുക്ക് ജയിച്ചു വരാനാവില്ല എന്ന് കാണുന്നു. തന്ത്രശാലിയായ കൃഷ്ണൻ ധർമ്മപുത്രരെ അയക്കുന്നു ഭീഷ്മരുടെ അടുത്തേക്ക്. അല്ല, അന്നത്തെ യുദ്ധത്തിൽ കാണിക്കുന്ന ഈ ശത്രുപക്ഷമൊക്കെ ആണെങ്കിലുള്ള ഒരു രീതികളുണ്ട്, അവരുടെ തമ്മിൽ കാണിക്കുന്ന മര്യാദകളുണ്ട്, അതൊക്കെയാണ്. അങ്ങനെ ചെല്ലുകയാണ് ഭീഷ്മരുടെ അടുത്തേക്ക്. ധർമ്മപുത്രർക്ക് ജയം വേണം, ഭീഷ്മ പിതാമഹനല്ലേ, പിതാമഹനോട് അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ സമ്മതിക്കുന്നു. എന്ത് സമ്മതിക്കുന്നു? വീണ് കൊടുക്കാം എന്ന് സമ്മതിക്കുന്നു. മറ്റ് ഞങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി അദ്ദേഹത്തെ അപമാനിച്ചത് മോശമായിപ്പോയി എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. നമുക്കൊറ്റ കാര്യമുള്ളൂ, ഏത് പേരായാലും കേരളത്തിൽ അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നിങ്ങൾക്കും എനിക്കും നമ്മുടെ ബാക്കി സഹോദരങ്ങൾക്കും അടുത്ത തലമുറയ്ക്കും വേഗത്തിൽ പോകണം. അത് ഉണ്ടാവുക എന്നുള്ളതാണ്. അത് ഏത് പേരായാലും എങ്ങനെയായാലും അങ്ങനത്തെ ട്രെയിൻ ഉണ്ടാവുക, ഫാസ്റ്റായിട്ട് കേരളത്തെ പരസ്പരം കണക്ട് ചെയ്യുക, അതാണ് നമ്മുടെ ഉദ്ദേശം. അല്ലാതെ പേരെന്താ ആരെന്താ എന്നുള്ളത് നമുക്ക് പ്രശ്നമേ അല്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ ഇക്കാര്യത്തിലുള്ള ഇടപെടലും സഹായവും, കാരണം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യമാണ് റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് RRTS മറ്റേതും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. RRTS റെയിൽവേ അല്ല, അണ്ടർ റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് അല്ല. അതിന് ചില വ്യത്യാസങ്ങളുള്ളതൊന്ന് മെട്രോയ്ക്കൂടെ ഓടും. മെട്രോ പിന്നെ ഡൽഹി മീററ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനത് വിശദീകരിക്കേണ്ട സമയമല്ല. ഡൽഹി മീററ്റ് എന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്ന് മെട്രോയിൽ പോകും. ആ മെട്രോ പാളം തന്നെ ഉപയോഗിച്ചിട്ട് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് മീററ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള പാളം ഉപയോഗിക്കും. അപ്പോൾ എറണാകുളത്ത് ഉള്ള പിന്നെ മെട്രോയുടെ ആ സ്ഥലത്ത് വേറെ പണിയുണ്ട, തിരുവനന്തപുരത്ത് മെട്രോ വരുമ്പോൾ വേറെ പണിയുണ്ട, കോഴിക്കോട് മെട്രോ വരുമ്പോൾ വേറെ പണിയുണ്ട. അപ്പോൾ അതൊരു പാളത്തിൽ കൂടെ പോകുന്നത് മാത്രമല്ല, മൊബിലിറ്റി സൗകര്യമാണ്. തിരുവനന്തപുരത്ത് നിന്ന് പോകുന്ന ഒരാൾക്ക് കൊച്ചി എയർപോർട്ടിലേക്ക് മെട്രോ നീളുകയാണെങ്കിൽ കൊച്ചിയിൽ ഇറങ്ങാം. ഇങ്ങനെയൊക്കെയുള്ള കണ്ട സൗകര്യമാണ്. അത് നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഏതായാലും ക്യാബിനറ്റ് ഈ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞു കേട്ടു, നിങ്ങൾ കേട്ടിട്ട് പറയും ഇതൊന്നും നടക്കുന്നില്ലെന്നേ, ഇതൊന്നും കണക്കൊന്നുമില്ല, ചുമ്മാതാ. അങ്ങനൊന്നും അല്ല ഇത്തരം കാര്യങ്ങളെ പറ്റി. ഇതിൽ വൈറ്റ് പേപ്പർ ഇറക്കാൻ വെല്ലുവിളിക്കാം. വൈറ്റ് പേപ്പർ ഇറക്കാൻ വെല്ലുവിളിക്കേണ്ട കാര്യമൊന്നുമില്ല. വൈറ്റ് പേപ്പറിനേക്കാളും കട്ടിയുള്ള പേപ്പറാണ് ബഡ്ജറ്റ്. അത് അവതരിപ്പിച്ചിരിക്കുക. സഭയിൽ സമയമുണ്ട്, അടുത്ത 4 ദിവസമുണ്ട്, അതിനുശേഷം സമയമുണ്ട്. അവിടെ ചർച്ച ചെയ്യട്ടെ. ഈ പറഞ്ഞതിനകത്തെല്ലാം കണക്കും കാര്യമില്ലെങ്കിൽ എന്തിനാ സഭയല്ലേ നല്ല വേദി? ഞാൻ ആൻസറബിളാണ്, മുഖ്യമന്ത്രി ആൻസറബിളാണ്, ഗവൺമെന്റ് ആൻസറബിളാണ്, സർവോപരി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരും ആൻസറബിളാണല്ലോ. സഭയിലരുന്നല്ലേ ഉള്ളൂ. വൈറ്റ് പേപ്പർ എന്തിനാ ഞങ്ങൾ ഇറക്കുന്നേ? ഞങ്ങൾ സോളിഡായിട്ടൊരു പേപ്പർ ഇറക്കിയിട്ടുണ്ട്. ആ പേപ്പറിനെ സഹായിക്കാൻ വേണ്ടി ആവശ്യമായ കണക്കുകളും കാര്യങ്ങളും കൂടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് സമീപനവും നമ്മളിത് സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ഞങ്ങൾ വൈറ്റ് പേപ്പർ ഇറക്കുന്നത്? സോ ഈ പേപ്പറിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷത്തിന് പറയാം, ഭരണപക്ഷവും പ്രതിപക്ഷമെല്ലാം ചർച്ച ചെയ്യുമല്ലോ. അപ്പൊ ഇത് അവിടെ പറയാവുന്നതേ ഉള്ളൂ. എന്നിട്ട് പറഞ്ഞ് ശമ്പളം, ഇത് കഴിഞ്ഞിട്ട് ശമ്പളം ഒന്നും കൊടുക്കാനൊന്നുമല്ല. കഴിഞ്ഞ പ്രാവശ്യത്താണല്ലോ പറഞ്ഞത്, ജനങ്ങൾക്കറിയാം ശമ്പളം കൊടുക്കാവുന്നവരെയാണ് അവർ ഏൽപ്പിച്ചത്. ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കഴിഞ്ഞ പ്രാവശ്യമാണ് തുടർച്ച ഉണ്ടാകുന്നത്. ഇപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴൊക്കെ സർക്കാരിൻ്റെ ഒരു കാഴ്ചപ്പാടെന്തായിരിക്കും? തുടർച്ച ഉണ്ടാവും, അല്ലാതെ ഇട്ടിട്ട് ഓടാനല്ല. തുടർച്ച ഉണ്ടാവും, നടത്താൻ പറ്റുന്ന കാര്യങ്ങളെ ഇനി പറഞ്ഞിട്ടുള്ളൂ, ചെയ്യാവുന്ന കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, പറയുന്ന കാര്യങ്ങൾ ഈ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ആറ്റിറ്റ്യൂഡിലാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് അങ്ങനെ പറയുന്നത് ശരിയല്ല. നിങ്ങൾ വൈപ്പ് ചെയ്തെല്ലാം നടക്കാനല്ല, അത് ശരിയല്ല. കാരണം ഇതെല്ലാം ഒരു വിശ്വാസ്യത പ്രശ്നമാണ് പറയുന്നവരുടെ. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഈ ബജറ്റിന് ഒരു പ്രസക്തിയില്ല. ഇത് നടപ്പാക്കാൻ പോകുന്ന ബജറ്റല്ല. അടുത്ത 26-27 വർഷത്തിലേക്കുള്ള ബജറ്റ് UDF സർക്കാർ അവതരിപ്പിക്കും. ആ ബജറ്റായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നു. ഈ ബജറ്റ് ഒരു പ്രസക്തിയില്ല. ഇത് കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്ന ബജറ്റല്ല. അടുത്ത ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആ ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന ബജറ്റായിരിക്കും കേരളത്തിൽ അടുത്ത സാമ്പത്തിക വർഷം നടപ്പാക്കാൻ പോകുന്നത്. ഇത് തെരഞ്ഞെടുപ്പിന്റെ ഒരു വാചക കസർത്ത് മാത്രമാണ്. കാര്യമായ പദ്ധതികളൊന്നുമില്ല. കുറെ അവകാശവാദങ്ങളാണ്. ആദ്യം കൂടുതൽ സമയം ചെലവഴിച്ചത് അവകാശവാദങ്ങൾക്ക് വേണ്ടിയാണ്. നടത്താത്ത കാര്യങ്ങൾ നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടുള്ള അവകാശവാദങ്ങളാണ്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള ഫലപ്രദമായ കാര്യങ്ങൾ ആലോചിച്ചിട്ടില്ല, പ്രഖ്യാപിച്ചിട്ടില്ല.
പിന്നെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ തന്നെ കഴിഞ്ഞ വർഷം സർക്കാർ ഉത്തരവിലൂടെ ഏറ്റവും ദുർബല വിഭാഗങ്ങൾക്ക്, പട്ടികവർഗ പട്ടികജാതി ജനവിഭാഗങ്ങൾക്കായിട്ട് ബഡ്ജറ്റിൽ അലോക്കേറ്റ് ചെയ്ത സംഖ്യ പോലും പിന്നീട് സർക്കാർ ഉത്തരവിലൂടെ അത് വെട്ടിക്കുറച്ച ഗവൺമെന്റാണ്. അപ്പോൾ പ്രഖ്യാപനങ്ങൾ മാത്രം, തെരഞ്ഞെടുപ്പിനെ കണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ്. ഇതൊന്നും ആത്മാർത്ഥതയുള്ളതല്ല, പ്രായോഗികമല്ല. അതാണ് പറയാനുള്ളത്. അപ്പൊ അതൊക്കെ വളരെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ തന്നെയാണ്. സർക്കാർ പരാജയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ മാത്രം. അതെല്ലാവർക്കും അറിയാം. അവര് തന്നെ പുറകോട്ട് പോയി. അവർ പ്രഖ്യാപിച്ച പദ്ധതികളിൽ നിന്ന് അവർ തന്നെ പുറകോട്ട് പോയി. അത് മാത്രമായിരുന്നു ഞങ്ങൾ ഉയർത്തിയ, അതിനെ സംബന്ധിച്ച പ്രതിഷേധവും എതിർപ്പും വളരെ യാഥാർത്ഥ്യമുള്ളതായിരുന്നു എന്ന് ഇപ്പൊ അവർ തന്നെ സമ്മതിക്കുകയാണ്. സിൽവർ ലൈൻ സംബന്ധിച്ച് ഞങ്ങൾ ഉയർത്തിയ ആക്ഷേപങ്ങൾ, ജനങ്ങൾ ഉയർത്തിയ ആക്ഷേപങ്ങൾ അത് ശരിയാണെന്ന് ഇപ്പം CPM തന്നെ സമ്മതിക്കുന്നു. അങ്ങനെയില്ല, ഞങ്ങൾ ഏത് സർക്കാരും നോക്കിയിട്ടല്ല. കേരളത്തിലെ പ്രകൃതി അതിനെ സംരക്ഷിച്ചുകൊണ്ട് പാരിസ്ഥിതിക പ്രശ്നങ്ങളില്ലാതെ ജനങ്ങൾക്ക് പ്രയാസകരമല്ലാത്ത രൂപത്തിൽ യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം ആര് കൊണ്ടുവന്നാലും സ്വീകരിക്കും. ഇവിടെ പാരിസ്ഥിതിക പഠനം നടത്താതെ, ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളൊന്നും നടത്താതെ കുറ്റിയടിയുമായിട്ട് വന്നപ്പോഴാണ് ജനങ്ങൾ അതിനെ എതിർത്തത്. അതിനെതിരായിട്ടുള്ള സിൽവർ ലൈൻ വിരുദ്ധ സമരങ്ങൾ വന്നത്. മന്ത്രി അവസാനം എന്താ പറഞ്ഞത്? ഇതൊക്കെ സാമ്പത്തിക വർഷം തീരാൻ പോവല്ലേ, എപ്പം കൊടുക്കുന്നു പറഞ്ഞിട്ടില്ലല്ലോ. അതും ഒരു തട്ടിപ്പ് മാത്രമാണ്. ശരി, അല്ല, അത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഗൗരവമായി ആലോചിച്ച് നടപ്പാക്കും. കാരണം ജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സംസ്ഥാനത്തിന്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ വേഗതയിൽ എത്തേണ്ടത് ആവശ്യമാണ്. വാസ്തവത്തിൽ ഇന്നുള്ള റെയിൽവേ സംവിധാനം തന്നെ വളവുകൾ നികത്തി സിഗ്നലിംഗ് സമ്പ്രദായം ശരിയാക്കിയ